2025 ഏപ്രിൽ 21 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ സമാധാനത്തിന്റെ സ്വരമായി ഭൂമിയിലെങ്ങും അലതല്ലിയ വ്യക്തിത്വമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അരികുജീവിതങ്ങളോടും പാവപ്പെട്ടവരോടും പാപ്പ പങ്കുവച്ച സ്നേഹം ഫ്രാൻസിസ് പാപ്പായുടെ ഈ ലോകത്തോടുള്ള വിടവാങ്ങലിന് ശേഷവും ജനജീവിതങ്ങളിലേക്ക് സമാധാനത്തിന്റെ മാറ്റുലിയായും സ്നേഹത്തിന്റെ പ്രകാശനമായും പ്രസരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ അഭിവാദനങ്ങൾ അർപ്പിച്ചും കൈവീശി കാണിച്ചും ജനങ്ങൾക്കിടയിലേക്ക് തന്റെ സന്ദർശനങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന പോപ്പ് മൊബൈൽ എന്നറിയപ്പെടുന്ന സജ്ജീകരിച്ച തുറന്ന വാഹനം ഗാസായിലെ കുഞ്ഞുങ്ങൾക്കായി മൊബൈൽ ഹെൽത്ത് യൂണിറ്റാക്കി സമർപ്പിക്കുവാനുള്ള തന്റെ ആഗ്രഹം മരണത്തിന് മുന്നേ പ്രകടിപ്പിച്ചാണ് വലിയ ഇടയൻ ഇഹലോകത്തു നിന്നും വിടവാങ്ങിയത്. കത്തോലിക്ക സഭയുടെ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷനായ കാരിത്താസ് ജെറുസലേമിനെയാണ് തന്റെ ഈ ആഗ്രഹം നടപ്പിൽ വരുത്തുന്നതിനായി ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഗാസായിൽ വർഷങ്ങളായി തീവ്രവാദി സംഘടനയായ ഹമാസിന്റെ അധികാരപ്രയോഗവും ഭീകരാക്രമണവും ഇസ്രായേലിനോടുള്ള യുദ്ധം മൂലവും നിരപരാധികളായ 10 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് തങ്ങളുടെ മാതാപിതാക്കളെയും ഉറ്റവരെയും നഷ്ടമായത്. തകർന്നടിഞ്ഞ ഭവനങ്ങളും നിലച്ചുപോയ ആശുപത്രി സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഹമാസ് തീവ്രവാദികൾക്ക് ഗാസ എന്നറിയപ്പെടുന്ന നഗരത്തിന് സമ്മാനിക്കാനായത്. അതിന് വില കൊടുക്കേണ്ടി വരുന്നത് വിശന്നൊട്ടിയ വയറുകളും രോഗബാധിതമായ പിഞ്ച് ശരീരങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ എണ്ണമെടുക്കാൻ എന്ന പേരിലുള്ള വെറുമൊരു സംഖ്യ മാത്രമാകരുതെന്നും അവർക്ക് പേരുകളും മുഖങ്ങളുമുണ്ടെന്നും ഓരോ കുഞ്ഞും വിശുദ്ധയും വിശുദ്ധനുമാണെന്നുള്ള കാര്യങ്ങൾ ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും എടുത്തു പറയാറുള്ളൊരു കാര്യമാണ്. മൊബൈൽ ക്ലിനിക്കിനായി വിട്ടുകൊടുത്ത പാപ്പായുടെ വാഹനം രോഗം നിർണ്ണയിക്കുവാനും പരിശോധിക്കാനാവശ്യമായ ഉപകരണങ്ങളും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും വാക്സിനുകൾ, സ്വീച്ചർ കിറ്റ്സ്, ലൈഫ് സേവിംഗ് സപ്ലൈസ് എന്നിവ ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും ഉപയോഗിക്കുവാനുള്ള കെയർ യൂണിറ്റ് ആക്കിയാണ് രൂപമാറ്റം വരുത്തുന്നത്. ഗാസായിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കുട്ടികൾക്കായുള്ള ആരോഗ്യ സംരക്ഷണമാണ് പാപ്പായുടെ പോപ്പ് മൊബൈൽ ഹെൽത്ത് കെയർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു കത്തോലിക് ഓർഗനൈസേഷനായ കാരിത്താസ് ജെറുസലേം വളരെ വർഷങ്ങളായി തന്നെ ഗാസായിലെ പല സമൂഹങ്ങളെയും വേർതിരിവില്ലാതെ സഹായിക്കുന്ന ഒരു സംഘടനയാണ്. 100ഓളം സ്റ്റാഫുകളുള്ള ഈ സന്നദ്ധ സംഘടനയാണ് പോപ്പ് മൊബൈൽ ഹെൽത്ത് കെയർ യൂണിറ്റായി സജ്ജീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.